പല പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ പലർക്കും ഉണ്ടാകും. അത് ആ ആഗ്രഹങ്ങൾ പലതരത്തിൽ പ്രകടിപ്പിച്ചു എന്നും വരും. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, SITക്ക് അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ കാര്യങ്ങളിൽ വ്യക്തത നേടാനുണ്ടാകും. ആ വ്യക്തത നേടേണ്ടതിൻ്റെ ഭാഗമായി ആവശ്യമായ ഇടപെടലുകൾ അവർ നടത്തും. അത് സ്വാഭാവികമാണ്. അതിൻ്റെ ഭാഗമായി ആരെയാണോ അവർക്ക് ബന്ധപ്പെടേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത്, അത് അവർ തീരുമാനിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നത് സാധാരണഗതിയിൽ ആരോടും അവർ നേരത്തെ പറയാറില്ല. അത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതായിട്ട് കണ്ടത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ നേരത്തെ അവരറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, ഏതെങ്കിലും ഒരാളെ ചോദ്യം ചെയ്യുന്ന കാര്യം. അതവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണ്. സർക്കാരിനോട് ഒരു ഘട്ടത്തിലും അവർ അത്തരം അനുമതികൾ ചോദിക്കുന്നില്ല. കാരണം അവർ സ്വതന്ത്രമായി ചെയ്യേണ്ട കാര്യമാണ്, അത് അവർ സ്വതന്ത്രമായി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ചെയ്ത കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അറിഞ്ഞില്ല എന്നതിൽ പരിഭവപ്പെടുന്നത് എന്തിനാണ്? അവരവരുടേതായ ഡ്യൂട്ടി നിർവഹിച്ചു പോകട്ടെ. അതിനകത്ത് അവർക്ക് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളും സ്വീകരിച്ചു പോകട്ടെ. എന്തിനാണ് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്? അതാണ് ഞങ്ങൾക്കതിലുള്ള നിലപാട്. അങ്ങ് മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് ശബരിമലയിൽ ഈ സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. അങ്ങയുടെ സർക്കാർ ഏൽപ്പിച്ചതാണ് പത്മകുമാറിനെ ആയാലും വാസുവിനെ ആയാലും ആ സ്ഥാനം. സ്വാഭാവികമായി അവരിങ്ങനെ ഒരു കേസിൽ പെടുന്നു, അവരിതിന്റെ ഗൂഢാലോചന നടത്തുന്നു എന്ന വിവരങ്ങൾ വരുന്നു. ആ സമയത്ത് മന്ത്രി എന്ന നിലയിൽ താങ്കൾ അന്നത്തെ മുഖ്യമന്ത്രി കൂടിയാണല്ലോ, കടകംപള്ളിയോട് ചോദിച്ചിരുന്നു സീമ എന്താണ് സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്ന കാര്യം? ഈ കാര്യത്തിൽ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. ആരോടും പ്രത്യേകമായി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏതൊക്കെ കാലത്താണ് സംഭവിച്ചതെന്ന് അന്വേഷണം നടക്കട്ടെ എന്ന്. നമ്മളെന്തിനാ അത്ര ധൃതിപ്പെടുന്നത്? അന്വേഷണം പൂർത്തിയാകട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ മനസ്സിലാവുമല്ലോ. അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ എന്ന്. അത് വ്യക്തമായല്ലോ. ചോദ്യത്തിന് അല്ല, അതിനാണല്ലോ ഞാൻ പറയുന്നത്. ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്താ തർക്കിക്കുകയാണോ വേണ്ടത്? എന്നാ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കും. അതാ ചോദിച്ചത്. അതായത് അന്ന് കടകംപള്ളിയോട് ചോദിച്ചിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഈ സംഭവിച്ചതിനെ കുറിച്ചിട്ട്. ദേവസ്വം ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ. നിങ്ങളതിന് ഉറപ്പുണ്ടാക്കണം. കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത്. ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല. ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നത്. കണ്ടോ? വാർത്താ സമ്മേളനല്ലേ ഇവിടെ തർക്കിക്കാനല്ലല്ലോ വരുന്നത്. നിങ്ങൾ ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത്. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അവിടെ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്നൊരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം. ഈ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ഫോട്ടോ വന്നല്ലോ, അതിൽ BJP ഇപ്പോൾ പുതിയൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ SIT അടൂർ പ്രകാശിനെയും അല്ലെങ്കിൽ ആന്റോ ആന്റണിയും മാത്രമല്ല സോണിയാഗാന്ധിക്ക് നോട്ടീസ് നൽകണമെന്ന ആവശ്യമാണ്. മാത്രമല്ല CBI അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. അത് UDF പറയുന്നു, BJPയും പറയുന്നു. എങ്ങനെയാ ആ ഒരു ആവശ്യത്തെയൊക്കെ കാണുന്നത്? CBI അന്വേഷണത്തിൻ്റെതായ ഒരു ഘട്ടം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്ന് പൊതുവിൽ കാണുന്നില്ല. കാരണം അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുകയാണ്. അന്വേഷണം ക്രമപ്രകാരം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അവർ ചോദ്യം ചെയ്യണമെന്ന് കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരം SITക്ക് ഉണ്ടാകും. അവരത് ഉപയോഗിക്കുകയും ചെയ്യും. അത് ആ നിലക്ക് നടക്കട്ടെ. CMA ഒന്നും പറഞ്ഞില്ല. CMA മറുപടി പറഞ്ഞില്ല. CMA നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണ് CM കാണിക്കുന്നത്
അതാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനെന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വിശദീകരണമാണല്ലോ അവർ നൽകേണ്ടത്. ആ നൽകാനുള്ള ബാധ്യത ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്കുണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരാൾ യാദൃശ്ചികമായി എത്തിപ്പെടുകയല്ലോ. ഇവിടെ ഇത്തരമൊരു കേസിൽ പ്രധാന പ്രതിസ്ഥാനത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ, ഒരാൾ ആരോപിക്കുന്ന രീതിയിലാണെങ്കിൽ കട്ടയാൾ, അതാണല്ലോ ഒരാൾ. മറ്റൊരാൾ ആ കളവ് മുതൽ വാങ്ങിയാൾ. ഈ രണ്ടുപേരും ഒന്നിച്ച് എങ്ങനെ ഒരേ സമയം ഇവരുടെ അടുത്തെത്തിപ്പെട്ടു? അതിൻ്റെ കൂടെ അടൂർ പ്രകാശും ആൻ്റോ ആൻ്റണിയും നിൽക്കുന്നു. എങ്ങനെയാണ് രണ്ടുപേരും ഒന്നിച്ചെത്തിയത്? അതിലൊരാൾ പറയുന്നു, ഞാൻ മുൻകൈ എടുത്തല്ല, എന്നെ പോറ്റി വിളിച്ചിട്ടാണ്. പോറ്റി കയറുന്നിടത്തെല്ലാം ചെല്ലേണ്ട ആളാണോ അദ്ദേഹം? പോറ്റി വിളിച്ചാൽ പോകേണ്ട ബാധ്യതയാണോ അദ്ദേഹത്തിനുള്ളത്? എങ്ങനെയാണ് എന്നത് കൂടുതൽ വ്യക്തതയോടെ പറയാനുള്ള ധാർമ്മികത ആ പാർട്ടി കാണിക്കണ്ടേ? അതിനുവേണ്ടി സംസാരിക്കുന്നവർ കാണിക്കണ്ടേ? അത് ബാലിശമായ ഒരു പ്രശ്നമാണോ? ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഗൗരവമായൊരു വശമല്ലേ? അതിനല്ലേ മറുപടി പറയേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ സ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് ശരിയായ കാര്യമല്ല. ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്.